ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഓണം വ്ളോഗാണ് കേട്ടോ. ഞാൻ വന്ന് തിരിച്ചു പോകണ വരെയുള്ള വ്ളോഗ് ഉണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒന്നും ഹാപ്പനിങ് അല്ല കേട്ടോ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഓണം അല്ലേ, ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ അല്ലേ, വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലെ എഴുന്നേൽക്കുക, ജോലി ചെയ്യുക, കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, ജോലി ചെയ്യുക, കിടന്നുറങ്ങുക. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെ എത്തിയിട്ട് നമ്മൾ 2S വന്നത്. സ്ലീപ്പർ നമുക്ക് കിട്ടിയില്ല, നല്ല ഉറക്കക്ഷീണമുണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ചു ഉത്രാടപ്പാച്ചിലിന് പോകാമെന്ന്. അത് കാരണം ഞങ്ങൾ ഉത്രാടപ്പാച്ചിലിന് വിടാൻ വേണ്ടിയിട്ട് അച്ഛനമ്മയും കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ, ബാക്കി നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് വിട്ടു കേട്ടോ. അവർ ആരും 2 മാസത്തിന് ശേഷമാണ് കേട്ടോ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശുക്കളൊന്നും അവൾക്ക് അടുക്കൊന്നുമില്ല കേട്ടോ ആരും. ഇത് നമ്മുടെ വീട്ടിൽ പുതിയ ഉണ്ടായ മൂരിക്കുട്ടിയാണ് കേട്ടോ. കട്ടപ്പൻ എന്നാണ് അവൻ്റെ പേര്, അച്ഛനിട്ട പേരാണ്. ഭയങ്കര പേടിയാണ്, നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് തന്നെ ഭയങ്കര പേടിയാണ് മൂപ്പരാൾക്ക്. അതിൻ്റെ അടുത്ത് കിടക്കുന്നതാണ് എൻ്റെ അമ്മ, സന്തൂർ മമ്മയാണ്. നിങ്ങൾക്ക് കിടക്കണ ആരാണ് മനസ്സിലാവാത്ത, നിങ്ങൾക്ക് എണീറ്റെന്നാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് ചിക്കൻ മേടിക്കാനാണ്. അതേ പശുവിൻ്റെ മൂപ്പരാൾക്ക് ഒരു ചവിട്ട് കിട്ടിയിരുന്നു, കാലൊക്കെ മുറിഞ്ഞു കേട്ടോ എന്തായാലും. പിന്നെ നമ്മൾ ബേക്കറിയിൽ പോയിട്ട് ചിപ്സ് മേടിക്കണം, ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ മേടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രം പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് അധികം ചിപ്സും കൂടെ മേടിക്കണം കേട്ടോ. അതൊക്കെ മേടിച്ചു പോരുന്ന വഴിക്ക് നല്ല മഴ പെയ്തു. പിന്നെ നമ്മുടെ റെയിൻകോട്ടില്ല, വേറെ നിവർത്തിയില്ല, നമുക്ക് സമയവും ഇല്ലാത്ത കാരണം നമ്മൾ അങ്ങോട്ട് വണ്ടി എടുത്ത് പോയി കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ വീട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ച വന്നുള്ളൂ, എന്നിട്ട് ഞാൻ വീണ്ടും ശനിയാഴ്ച വന്നു. അന്ന് ഞാൻ കണ്ടില്ല ഈ സ്വീറ്റ്സ് വീട്ടിലിരിക്കുന്നത്. വീട് ഫുള്ളും ഞാൻ അരിച്ച് പിറക്കിയതാണ്, എന്നിട്ടും ഞാൻ കണ്ടില്ല. സാബു ചെന്നൈയിൽ നിന്ന് പോയി വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. സ്വീറ്റ്സ് കണ്ടാൽ ഞാൻ അവിടെ വീഴും. ആകെ എൻ്റെ ലൈഫിൽ നടക്കുന്നത് ഫുഡടി മാത്രമാണ്, വേറെ ഒന്നും പ്രത്യേകിച്ച് നടക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നാൽ ചിക്കൻ കറി ഉണ്ടാക്കി. കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്, ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒന്നാമത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയി വന്നപ്പോൾ തന്നെ 10-12 മണിയായി. പിന്നെ 1 മണിയായപ്പോഴേക്കും കറി പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി. അത് കാരണം മസാല ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും അവിടെ നിന്ന് ലിവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആരും എനിക്കപ്പോൾ ലിവറും ഹൃദയമൊക്കെ കാണിച്ച് തരായിരുന്നു. അവളതൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്, ഞാനത് വിശ്വസിച്ചു. എനിക്കറിയില്ലല്ലോ ഏതാ ലിവർ ഏതാ ഹൃദയമെന്ന്. എനിവേയ്സ്, മെഷീനിൽ ചിക്കൻ കട്ട് ചെയ്യുന്നത് കാരണം ഭയങ്കര വലിയ പീസായിരിക്കും. അപ്പോൾ നമ്മളപ്പോൾ അതൊന്ന് കൊണ്ടുവന്നിട്ടൊന്ന് കട്ട് ചെയ്യും, എന്നല്ലേ നമുക്ക് അല്ലെങ്കിൽ ഒരു മനപ്രയാസമാണ് ഭയങ്കര വലിയ ചിക്കൻ ഇട്ടിട്ട് കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഞാനപ്പോൾ അത് ചെറുതാക്കി കുഞ്ഞാക്കി ഭയങ്കര കുഞ്ഞൊന്നുമല്ല, ഒരു അത്യാവശ്യം അത്. എന്നിട്ട് മസാല വറുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് പുഴുങ്ങി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇനി നമ്മളതിന് 3-ാം ഓണത്തിനേ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ലിവറും നമ്മൾ ഇതേപോലെ ചോട്ട പീസസ് ആക്കി കട്ട് ചെയ്യും. എനിക്ക് വലിയ മുഴുവനോട് ഇട്ടുന്നത് എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഇങ്ങനെ ഇത് ചെറുതാക്കി കട്ട് ചെയ്താൽ ഇതിൻ്റെ ഒരു ഇത് വരുള്ളൂ. ഇതും നമ്മളതേപോലെ പുഴുങ്ങി വെച്ചു കേട്ടോ. അച്ഛൻ നേരത്തോടെ കഴിച്ച് എഴുന്നേറ്റു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. നമ്മളങ്ങനെ ഇലയിലൊന്നും കഴിക്കാറില്ല. പിന്നെ എനിക്കൊരാഗ്രഹം ഇലയിലൊക്കെ കഴിക്കാനായിട്ട്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, നല്ല അയല, നല്ല ഇഞ്ചിയും പുളിയും, പിന്നെ നല്ല വെളുത്തുള്ളി ചുവന്നുള്ളി കാച്ചി ഒഴിച്ച നല്ല മീൻ കറി ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം കേട്ടോ നല്ല മീൻ കറി കൂട്ടി കുറേ ചോറൊക്കെ തിന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ വായടയ്ക്കാത്ത ഒരാളാണ് രാരു. അവൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സാബു അതെ കേട്ടോ, സാബു ഞാനും പിന്നെയും കുറച്ചുകൂടെ സൈലൻസ് ആയിട്ടാണ്. ഞാൻ ഒന്നും ഇടാറില്ല. പിന്നെ നമ്മൾ തുമ്പപ്പൂ ഹണ്ടിങ്ങിന് പോയി. പണ്ട് ഈ പറമ്പിൽ ഫുള്ള് തുമ്പപ്പൂവായിരുന്നു. നമ്മൾ കവറ് കണക്കിന് പൊട്ടിച്ചിട്ടുണ്ടെന്നിട്ട് തൂക്കം വരെ നോക്കുമായിരുന്നു കേട്ടോ നമ്മൾ. ഇത്തവണ നമുക്ക് ആകെ ഒരു തെങ്ങ് കടയുമെന്ന് 2 കഷ്ണം കിട്ടി. വേറെ ഒന്നുമില്ലാന്ന് വെച്ചാൽ ഒന്നുമില്ല. അവിടെ പശുവിനൊക്കെ കൊണ്ട് കെട്ടാറുണ്ട്, പോത്തിനെ കൊണ്ട് കെട്ടാറുണ്ട്. പോയതാണോ എന്നറിയില്ല. അതെ, ഇത്രയാണ് നമുക്ക് ആകെ കിട്ടിയത്. പിന്നെ നമ്മൾ ഓണം കൊണ്ടു. നമ്മളുടെ ഇവിടെ ഓണം കൊള്ളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കള ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വാഴല വെച്ചിട്ട് കാക്കരിയപ്പം വയ്ക്കും. മുറ്റത്താണത് ശരിക്കും ചെയ്യുക. പക്ഷെ നമ്മൾ മഴയായത് കാരണം നമ്മൾ അകത്ത് ചെയ്ത് പിന്നെ പൂജ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മാവേലിക്ക് നമ്മൾ ഉപ്പില്ലാത്ത അട ഉണ്ടാക്കും. പിന്നെ തേങ്ങയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ടെറസിൻ്റെ മുകളിലേക്കൊക്കെ ഒഴിക്കും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ അച്ഛമ്മ പണ്ട് ചെയ്ത് വന്നിരുന്ന ആചാരങ്ങളാണ്. അത് നമ്മളും ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം. നമുക്ക് എന്താ അതിൻ്റെ ഇതിൽ പിന്നിലൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ആരും എഴുന്നേറ്റെടുത്തേ അമ്പലത്തിലൊക്കെ പോയി. എനിക്ക് വയ്യ, തലേ ദിവസം തന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറക്കം കളഞ്ഞ അമ്പലത്തിൽ പോകാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോയില്ല കേട്ടോ, ഞാൻ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് പോകും ഉറങ്ങിയില്ലെങ്കിൽ. അവൾ പോയി വന്ന് ചന്ദനമൊക്കെ കൊണ്ടുവന്നിരുന്നു. നമ്മളപ്പോൾ എപ്പോഴും എല്ലാവർക്കും ചന്ദനമൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കും, ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ. അപ്പോൾ അതേ മൂരിക്കുട്ടനാണ് ആദ്യം തൊട്ട് കൊടുത്തത്. എന്തൊരു ക്യൂട്ടാണെന്ന് പറയും മൂരിക്കുട്ടൻ, ഭയങ്കര ക്യൂട്ടാണ്.
ഉറങ്ങുമ്പോൾ മൂപ്പരയാളുടെ പല്ലൊക്കെ കാണാം, നാവൊക്കെ ചില സമയം പുറത്തൊക്കെ വെച്ച് കിടന്നുറങ്ങണത് കാണാം. നല്ല ക്യൂട്ടാണ്, പക്ഷെ ഭയങ്കര പേടിയാണ് നമ്മുടെ അടുത്ത്. പിന്നെ ഞാൻ സുന്ദരിക്കൊക്കെ തൊട്ട് കൊടുത്തു. നമ്മൾ ഓണം ഭയങ്കര മിനിമലായിട്ടുണ്ടോ ആഘോഷിക്കുന്നത്, കാരണം കുറേ കറികൾ വെച്ച് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടാ. മെയിനായിട്ട് പായസം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പായസം ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കറികൾ ഉണ്ടാക്കിയുള്ളൂ. പൂക്കളത്തിൻ്റെ കാര്യം രാരുവാണ് കേട്ടോ നോക്കിയത്. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാനപ്പോൾ അതൊക്കെ ചെയ്തു. രാരു ഇപ്പോൾ കുറച്ച് നേരം പൂക്കളുണ്ട്, അപ്പോൾ ഞാനും കുറച്ച് നേരം പോയിരുന്നു അവളുടെ പോയിരുന്നു പൂക്കളാട്ടോ. പിന്നെ നമ്മൾ സദ്യ കഴിക്കാനിരുന്നു ഉച്ചയ്ക്ക്. അച്ഛനമ്മ മേലിരുന്നു കേട്ടോ. നമ്മൾ രണ്ടാളും കൂടെ ഒരിലയിൽ താഴെയിരുന്നു. ഇഞ്ചിക്കറിയും മോരുകറിയും, മോരുണ്ടായിരുന്നു, സാമ്പാർ, പപ്പടം, അച്ചാറ്, ഇത്രയൊക്കെ, പായസം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ചെറിയൊരു സദ്യയായിരുന്നു. നമ്മളത് എല്ലാവരും കൂട്ടി ഇരുന്ന് കഴിച്ചു, എഴുന്നേറ്റു, കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. പിന്നെ രാത്രി ആകുമ്പോഴേക്കും സാബുവൊക്കെ വരും. അപ്പോഴേക്കും നമുക്കെന്താ, നമ്മുടെ രാവിലെ തലേ ദിവസം നമ്മൾ പുഴുങ്ങി വെച്ച ലിവർ കറി ഉണ്ടാക്കണം. അതിന് കുരുമുളക്, പെരുംജീരകം, കുറേ വേപ്പില ഒക്കെ നമ്മളിട്ട് അരച്ച്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ചിട്ട് അത് നല്ലോണം ഫ്രൈ ചെയ്തു. പിന്നെ നമ്മൾ സവാള അരിഞ്ഞു. സവാള യൂണിഫോമായിട്ട് അരിയണം. എനിക്ക് യൂണിഫോമിറ്റി ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. എനിക്കപ്പോൾ എല്ലാതും കൂടെ ഇങ്ങനൊരു യൂണിഫോമിറ്റി വേണം ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ. ഞാൻ തന്നെയാണ് എല്ലാതും അരിയുക. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലുമാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും വന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ, എങ്ങനെയാണ് അരിയണ്ടേ. എനിക്കിപ്പോൾ കൊണ്ടുപോകാനൊക്കെ ഉള്ളതാണെങ്കിൽ വീട്ടിലോ എല്ലാവരും വന്ന് ചോദിക്കും. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ലിവർ കറി ഉണ്ടാക്കി. എൻ്റെ ദൈവമേ, കറിയല്ല, ഫ്രൈ ആയിരുന്നു, ഡ്രൈ ഫ്രൈ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആയത് കാരണം അത് കുറേ വാരിയിട്ടു. പിന്നെ രാത്രി ആയപ്പോഴേക്കും ആനി വന്നു കേട്ടോ. അപ്പോൾ ആനീനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതപ്പിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാമെന്നൊരു പ്ലാനിലായിരുന്നു. പക്ഷേ ആനിയല്ല വന്നത്. ആദ്യം ആനിയുടെ അമ്മയാണ് വന്നത്. ആനി അവിടെ എന്തോ അച്ഛനായിട്ട് വർത്താനൊക്കെ പറഞ്ഞു നിൽക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് സാബുവിൻ്റെ കൊടുക്കണ സമയമായപ്പോഴേക്കും ആനി വന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് പുതപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. കൊച്ചു വലുതായി. കൊച്ചു ഞങ്ങളുടെ മുക്കാ ഭാഗത്തിട്ടോ ഹൈറ്റ് വെച്ച് നീളം വെച്ച് എവിടേക്കാണാവോ. പനിയായിരുന്നെങ്കിൽ കൂടിയും ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതിനുള്ളത് ഇപ്പോഴും എൻ്റെ ജലദോഷം മാറിയിട്ടില്ല കേട്ടോ. അന്നത്തെ ആ ഒരു ഐസ്ക്രീം കഴിക്കല് ഞാൻ അധികമൊന്നും കഴിച്ചില്ല, എന്നാലും പനി മാറിയിരിക്കുന്നത് കാരണം ഒന്നുകൂടെ കൂടി. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിള്ളേരൊക്കെ കൂടെ. ആനി അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയി കഴിച്ചു. ഒരാളുടെ പണ്ടത്തെ ഏതോ ഒരു പിറന്നാളിൻ്റെ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഭയങ്കര സ്നേഹാട്ടാ. ആദ്യത്തെ ദിവസം കാണുമ്പോൾ, പിറ്റേ ദിവസമില്ല. പിന്നെ നെക്സ്റ്റ് ഡേ മൺഡേ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. എന്തായാലേ ഓണത്തിന് മൺഡേ ആയപ്പോരായിരുന്നു. സൺഡേ ആയിട്ട് ലീവും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, വീട്ടിലൊന്നാമത് എല്ലാവരും കൂടെ ഉള്ളത് കാരണം നമുക്ക് പണിയെടുക്കാനായിട്ട് ആ ഒരു മൂഡ് വരും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ വഴിയില്ലല്ലോ, പണിയെടുത്തല്ലേ പറ്റൂ. അപ്പം ഞാൻ നേരത്തെ ഒന്നുമില്ല, ഒരു 9 മണിയായപ്പോൾ ലോഗിൻ ചെയ്തു, കുറച്ച് ചെയ്തു. പിന്നെ ഞാൻ പണിയൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഒക്കെ നോക്കിയതൊക്കെ അവരാണ്. പിന്നെ പുട്ടും തലേ ദിവസത്തെ ലിവറും പയറുകറിയും കൂടെ കഴിച്ചു. പിന്നെ കുക്കിങ്ങൊക്കെ ചെയ്തത് അവരാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറായപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്നു. നമ്മളെല്ലാവരും കൂടെ ഒരിലയിലാണ് കഴിക്കുക. വരുമ്പോഴും അച്ഛനമ്മയും മേലയിലിരുന്നു, ഞങ്ങൾ പിള്ളേരൊക്കെ കൂടെ താഴെ ഇരുന്നു കേട്ടോ. ഇന്നും അങ്ങനെ വലിയ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരാൾക്ക് ഇത്തിരി കോപ്പറാട്ടി കട്ടണിൽ കൂടുതലാണ് കേട്ടോ. സാബു നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഉണ്ടായിരുന്നു. മാന്തൾ വറുത്തത്, മാന്തൾ കറി, മോര് കറി, പിന്നെ പയറും കായൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാന്തൾ കറിയൊന്നും ഞാൻ കഴിക്കില്ല. ഞാൻ അയല, ചാള മാത്രമേ കറി വെച്ചാൽ കഴിക്കുള്ളൂ. പിന്നെ മറ്റേ കുഞ്ഞുമീനില്ലേ, അത്. മാന്തളിനെ കാണുമ്പോൾ എനിക്ക് വേറൊരു സാധനമായിട്ട് തോന്നും. ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇപ്പം കരയുന്നത് അത് ശരിക്കും എൻ്റെ പപ്പടമായിരുന്നു. അത് അവളുടെ ബൗണ്ടറിക്ക് ഇരുന്ന് ഒന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയി. അത് ഞാൻ എടുത്തതാണ്. ഇപ്പം കിടന്ന് കരയുന്നത് അവൾ. ഓക്കെ, ശരിക്കും അതെൻ്റെ പപ്പടമായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ അവളെ കല്യാണം പെണ്ണാക്കാമെന്ന് വിചാരിച്ച്. ഞാനപ്പോൾ ഇത് നവരാത്രിക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച സാരിയാണേ. എന്തായാലും നവരാത്രിയുടെ വീഡിയോ ഒന്നും എടുക്കണില്ല, കാരണം ഞാൻ സാരി വീട്ടിൽ വെച്ച് മറന്നു. ഇനി എനിക്ക് തിരിച്ചു പോയി എടുക്കാനുള്ള വയ്യ. നമ്മൾ ശരിക്കും ഇവിടെ കല്യാണ പെണ്ണാക്കാനാണ് എടുത്തത്. പക്ഷേ ഒരുക്കി വന്നപ്പോൾ മൂപ്പരാൾ ഭാരത് മാതയായിപ്പോയി. അവരാരുതേ ആ കിരീടവും ആരും ഒരു കൊടിയും കൂടെ കൊണ്ടു കൊടുത്തപ്പോൾ റെഡ് സാരിയും കൂടെ ആയപ്പോൾ കറക്റ്റ് ഭാരത് മാതയായി കേട്ടോ. ജീവിതത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജീവിതത്തെ പറ്റി 2 വാക്ക്.
കോളേജ് ജീവിതമാണ് ഏറ്റവും വലുതെന്നാണ് കുട്ടി പറഞ്ഞിരുന്നത്. പറയൂ പറയൂ പറയൂ, നോക്കിട്ട് പറയൂ, ക്യാമറയ്ക്ക് നോക്കിട്ട് പറയൂ. മിസ് വാക്കുകളിൽ പറയൂ കുട്ടി, വാക്കുകളിൽ പറയൂ. പിന്നെ വെളുത്തതുണ്ട്, എന്നിട്ട് കറുത്തതും വെളുത്തതുണ്ട്, ഗോൾഡൻ ഗോൾഡൻ ഇത് ഗോൾഡൻ. ഇതിന്റെ ബഡ്ജറ്റ് വരുന്നത് നീലയാണ്. ഭയങ്കര സീരിയസ് ആണ് ഗൈസ്. പിന്നെ ഇതില് ബഡ്ജറ്റ് വരുന്നത് രണ്ട് സൈഡ് എടുക്കാൻ കഴിച്ചു ഈ സാരി. രണ്ട് സൈഡ് ബോർഡർ ഉദ്ദേശിച്ചത്. ബോർഡർ ബോർഡർ ഫുള്ള് നീലയാണ്. നീലയാ? അതെ അതെ നീലയാണ്. റെഡ് ഇല്ലാത്ത സാരിയാണ് ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നും എനിക്ക് വർക്കുണ്ട്. ഞാൻ നേരത്തെ കയറിയിട്ട് 8 മണിയായപ്പോഴേക്കും വർക്കിന് കയറി. കാരണം നമുക്കൊരു 5:30 ആകുമ്പോഴേക്കും ഇറങ്ങണം. 5:30ക്കാണ് നമുക്ക് ബസ്. 5 മണിയാകുമ്പോഴേക്കും നമുക്ക് പാക്ക് ചെയ്യണം. പാക്കൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് മുടിയൊക്കെ കഴിച്ചിട്ടാണ് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട്. ഈ ചത്ത കോലൊന്നും മാറ്റണ്ടേ, മുടി ഫുള്ള് ചെട പിടിച്ചിരിക്കുകയാണ്. കണ്ടീഷണർ ഒന്നും കൊണ്ടുവരാണ്ടാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി ശരിയാക്കണം. ഇതൊക്കെ ശരിയാക്കി വരുമ്പോഴേക്കും എനിക്ക് തലവേദന പിടിക്കും. തലേ തൊട്ട് എനിക്ക് അപ്പം തലവേദന വരും. പിന്നെ ആനി വന്നു. പിന്നെ അവളുടെ കുറേ കാട്ടിക്കൂട്ടലുകളൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. ഞങ്ങളുള്ളപ്പോൾ റൂമിൽ കയറുള്ളൂ. റൂമിൽ കയറി വെള്ളം എടുക്കാൻ, മാലെടുക്കുക, അതെടുക്കുക, ഇതെടുക്കലൊക്കെയാണ് പണി. ഞങ്ങളില്ലാത്തപ്പോൾ ഇവിടെ റൂമിൽ കയറില്ല കേട്ടോ. ആരും ഇവിടെ പേടിപ്പിച്ച് വെച്ചേക്കണം കട്ടിലിൻ്റെ അടിയിൽ സർലയുടെ മോളുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ മൂപ്പരാളുടെ കുറേ കളികളായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് നിന്നിട്ട്. വിഷമുണ്ട് എൻ്റെ പൊന്നിന്. അയ്യോ എത്രത്തോളം വിഷമുണ്ട്. വിഷമുണ്ടെങ്കിൽ ആനയുടെ ചോക്ലേറ്റ് എനിക്ക് തരുമോ? ഓ ഇടാൻ പറ്റണില്ലേ? ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഇനി എൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടുന്നത്. എന്നിട്ട് റെസോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഉള്ളിലേക്ക് ചെയ്യുന്നതാണ് റെസോമാറ്റിക് ചെയ്യുന്നത്. ഈ ഉള്ളിലത്തെ സാധനങ്ങൾ നമ്മൾ ഇതാക്കിയിട്ടാണ് നമ്മൾ ഈ ബോഡി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ചിത്രമുണ്ട്. അപ്പോൾ ഈ സാധനത്തുമ്മ ഒരു സെൻറ്റ് പോയിന്റ് ഇല്ലേ, അതിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു സാധനം കണ്ടിട്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ തോറ്റിട്ടുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ മതിയിട്ട ചെറിയ വയൽ വലിയ വർത്തനം പോയേ. പൊടി കൊറകുണ്ടി പൊടി. ഓട്ടോമാറ്റിക് ആയിട്ടാണ് എല്ലാവർക്കും സാരിയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ബുൾബുൾ കോട്ടൺ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത്? ഇത് കൊടുക്കാൻ വേണ്ടത് ഇതിന്റെ ബ്ലൗസ് എന്താ ചേച്ചി വരുന്നത്? എല്ലാ സാരി എടുത്ത് നിരത്തി വരുത്തിയിട്ടല്ലേ. ഇനി എടുക്കണ്ടാട്ടാ, ഇനി എടുക്കണ്ടാട്ടാ. ഇനി എന്താ നീ എടുത്ത് വെച്ചതൊക്കെ? ഹലോ, മടക്കി വെച്ചിട്ട് പോ എന്റെ സാരികള് ഫുള്ള്. ഒക്കെ മടക്കി ചെല്ലി അറിയോ? അപ്പൊ മുടക്കാനും പഠിക്ക്. ചെല്ലി അമ്മ പണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ച് വെച്ചിരുന്നു കേട്ടോ ടെറസിൻ്റെ മുകളിൽ. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെടിയിൽ നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നേരെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ പോകണം. ഇവിടെ പൂച്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് പൂച്ച വന്ന് ഇവിടെ വൈക്കോലൊക്കെ പ്രസവിച്ചിടും.
ഞാനാണെങ്കിൽ ചെരുപ്പിടാണ്ടാണ് വന്നത്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെരുപ്പിടാണ്ട് വന്നിട്ട് എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ അത് പോയ സ്പീഡിൽ തന്നെ ഞാൻ തിരിച്ചു വന്നു കേട്ടോ. വന്ന് കുളിച്ചിട്ട് പിന്നെ നമ്മൾ രാത്രിക്ക് കഴിക്കാനുള്ള പൊതിച്ചോറ് ഉണ്ടാക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. നമുക്ക് 11:30-ക്കാണ് ട്രെയിൻ. പക്ഷെ നമ്മൾ ആരും കൊണ്ടാക്കി തരാനില്ലാത്തത് കാരണം നേരത്തെ പോയി റെയിൽവേ സ്റ്റേഷനിലിരിക്കും. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വരട്ടിയത്, ലിവർ വരട്ടിയത് നമ്മൾ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട ലിവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലിവർ വരട്ടിയത് ഉണ്ടാക്കി. പിന്നെന്താ മുട്ടപ്പം, മീൻ വറുത്തത്, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. അരിയും പച്ചക്കറിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചുകൊണ്ട് പോവുക. കാരണം ട്രിവാൻഡ്രത്ത് നല്ല വിലയാണ് കേട്ടോ, എല്ലാത്തിനും നല്ല വിലയാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ 1/2 കിലോ ബീട്രൂട്ടിന് 60 രൂപയാണ്. നമ്മുടെ നാട്ടിൽ 1 കിലോ ബീട്രൂട്ടിന് 50 രൂപയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറ്റുന്നതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുള്ളൂ. ഇത്രയും വില കൊടുത്ത് എന്തായാലും നമ്മൾ നാട്ടിൽ പോവുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാനല്ലേ നല്ലത്. എനിക്ക് പിന്നെ ലഗേജ് ഒന്നും അധികം ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നാണ് മേടിച്ചുകൊണ്ട് വരാറ്. വെറുതെ എത്ര പൈസ കൊടുത്ത് തിന്നേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ ആസ് യൂഷ്വൽ എന്നുള്ളത് നമ്മൾ ഇറങ്ങുമ്പോൾ കരച്ചിൽ. പിന്നെ നമ്മൾ അവളെയും കൂടെ കൂട്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ബസ്സൊക്കെ കയറിപ്പോയി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.